ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഓണസദ്യയുടെ സ്പെഷ്യൽ ഇലയുടെ അറ്റത്ത് വിളമ്പുന്നൊരു സംഭവമാണ്. അതായത് ഇഞ്ചിക്കറി. ഇഞ്ചിക്കറി എന്ന് തെക്ക് ഭാഗത്തേക്ക് പറയും, പുളിയിഞ്ചി എന്ന് വടക്ക് ഭാഗത്തേക്ക് പറയും. അപ്പോൾ രണ്ടിൻ്റേതായ വ്യത്യാസമുണ്ട്. അതായത് വടക്ക് ഭാഗത്താണെങ്കിൽ എനിക്ക് രണ്ടും അറിയാൻ പറ്റും, കാരണം ഞാൻ വടക്കും തെക്കുമാണ്. ഇപ്പോൾ വടക്ക് എൻ്റെ വീട് ഗുരുവായൂർ. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെയൊക്കെ ഭാഗത്ത് ഞങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പുളിയിഞ്ചി എന്നാണ് പേര്. അതിന് ഇഞ്ചിക്കറി എന്നല്ല പറയുക, പുളിയിഞ്ചി. അതായത് പുളിയാണ് കൂടുതൽ വേണ്ടത്, ഇഞ്ചി കുറച്ച് മതി. അത് മാത്രമല്ല, പച്ചയോട് കൂടി തന്നെ പുളി പിഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിലേക്ക് അങ്ങിടും. ഇഞ്ചിയൊക്കെ അതിലിട്ടിട്ടാണ് നമ്മൾ അവിടെ ഉണ്ടാക്കുന്നത്. എന്നിട്ട് നല്ലോണം കുറുകിപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ അച്ഛനൊക്കെ ഉള്ള സമയത്ത് എന്ന് പറഞ്ഞാൽ ഉപ്പേരിയും ശർക്കര ഉപ്പേരിയൊക്കെ വറക്കണം എന്ന് തന്നെയാണ് പുളിയിഞ്ചി ഉണ്ടാക്കുക. അപ്പോൾ ശർക്കര ഉപ്പേരിയൊക്കെ വറുത്ത് കഴിഞ്ഞ് നല്ല കനലിങ്ങനെ ചുട്ടുപഴുത്ത് കിടക്കുന്ന സമയത്ത് ഈ പുളിയൊക്കെ പിഴിഞ്ഞിട്ട് ആ കൽച്ചട്ടി, അങ്ങനെയാണ് വലിയ കൽച്ചട്ടി ആയിരിക്കും കേട്ടോ, അതങ്ങോട്ട് അതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കുറുകി ഇഞ്ചിയും പച്ചമുളകും കൂടി പുളിയുടെ കൂടെ തന്നെ ഇട്ടിട്ടാണ് വേവിക്കുന്നത്. അപ്പം അതങ്ങനെ കുറുകി നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വരും കേട്ടോ. എന്നിട്ട് ശർക്കര അങ്ങോട്ട് ഇടും. ശർക്കര ഇട്ടിട്ട് കുറുകിയിട്ട് കടുക് വറുക്കുക, കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇവിടെ തെക്ക് ഭാഗത്തെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഇഞ്ചി കുറേ വേണം, പുളി വളരെ കുറച്ച് മതി. എന്നിട്ട് അത്ര കുറുകിയ മൈരിയല്ല ഉണ്ടാക്കണം, ഇത്തിരി വെള്ളം മൈരി ഉണ്ടാവും. ഞങ്ങളുടെയൊക്കെ പുളിയിഞ്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷം വരെ ഇരിക്കും, ഒരു കേടും വരാതിരിക്കും. ഇനി ഇപ്പം ഈ ഓണത്തിന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അടുത്ത ഓണം വരെ ഏകദേശം ഇരിക്കും. ഇപ്പോൾ ഫ്രിഡ്ജും കൂടി ഉള്ളായിരുന്നു നല്ലോണം ഇരിക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ പുളിയിഞ്ചിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോണത്. അതായത് ഇഞ്ചി വറക്കുന്നത് ഇപ്പോൾ രണ്ട് ഭാഗത്തേയും കൂടിയിട്ട് ഉണ്ടാക്കുക. അപ്പോൾ പുളി കുറച്ച് കൂടുതൽ എടുക്കുക, ഇഞ്ചി കുറച്ചെടുത്തിട്ട് അരിഞ്ഞിട്ട് വറുത്തിട്ടാണ്. ഇഞ്ചി നല്ലോണം വറക്കണം. ഇവിടെ വടക്ക് ഭാഗത്തെന്ന് പറഞ്ഞാൽ ഇഞ്ചി നല്ലോണം വറക്കണം. വറുത്ത് കഴിഞ്ഞിട്ട് അത് നല്ല ബ്രൗൺ കളറാകുമ്പോൾ ഒന്ന് പൊടിച്ചെടുക്കും. പണ്ടൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഇങ്ങനെ മരിക എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ട്, മരത്തിൻ്റെ, അതിൽ ഇഞ്ചി ഇട്ടിട്ട് ഇങ്ങനെ കുത്തി എടുക്കും. ഇപ്പോൾ ഞാൻ മിക്സിയിലടിക്കുമ്പോൾ അതിന് ടേസ്റ്റ് കിട്ടില്ല, അല്ലെങ്കിൽ അമ്മിയിലൊന്ന് പൊടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ നല്ലോണം ഇഞ്ചി നമുക്ക് വറക്കാം. അപ്പോൾ ഇനി നമുക്ക് പുളിയിഞ്ചി ഉണ്ടാക്കാം. ഓണസദ്യ സ്പെഷ്യൽ പുളിയിഞ്ചി. ഇഞ്ചി ഞാനിത് പൊടിയായി അരിഞ്ഞത് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ബ്രൗൺ കളറാവണം കേട്ടോ. അപ്പോൾ ഞാനിതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, കുറച്ച് ഇഞ്ചി ഇട്ടിട്ടുണ്ട് കേട്ടോ, പച്ച, ബാക്കി വറക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കാനായിട്ട് ഞാനിതിവിടെ ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പുളി ഞാൻ വെള്ളം ഒഴിച്ച് ഇട്ടേക്കുവാണ് കേട്ടതാ. നന്നായിട്ട് തിരുമ്മിയിട്ട് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സദ്യക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഏത് സദ്യക്കായാലും, കല്യാണ സദ്യ ആയാലും, നമ്മുടെ വീട്ടിൽ എന്ത് സദ്യ ഉണ്ടെങ്കിലും ഏറ്റവും ആദ്യം ഇലയുടെ അറ്റത്ത് വിളമ്പുന്നൊരു സംഭവമാണ് ഇഞ്ചിക്കറി അല്ലെങ്കിൽ പുളിയിഞ്ചി. ഓരോ നാട്ടിലേക്ക് ഓരോ പേരെന്ന് മാത്രമേ ഉള്ളൂ, എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ ടേസ്റ്റിലൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. പുളിയിഞ്ചി ഇഞ്ചിക്കറിയും തമ്മിൽ വ്യത്യാസമുണ്ട്. നോക്കിക്കോളൂ. ഇതായി ഇത്രയും പുളി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ കൽച്ചട്ടിയിലാണ് വയ്ക്കുന്നത്. കൽച്ചട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സ്വാദുണ്ടാവും എന്തായാലും. അപ്പോൾ നമ്മൾ കൽച്ചട്ടിയിൽ വെക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ പുളിയിഞ്ചി ഇങ്ങനെ വെട്ടി തിളച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇനി ഒന്നും കൂടി കുറുകി കഴിയുമ്പോൾ നമുക്ക് ഇത്തിരി ശർക്കര ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള മധുരം, നമുക്ക് എത്ര മധുരം വേണമെന്ന് നമ്മൾ തീരുമാനിക്കുക. ചിലർക്ക് നല്ല മധുരം വേണം, ചിലർക്ക് കുറച്ച് മതി. എനിക്ക് നല്ല മധുരം വേണം കേട്ടോ. അപ്പോൾ ഞാൻ അതേമാതിരി ശർക്കര ഇടും. നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് കേട്ടോ. ആരും എൻ്റെ പുളിയിഞ്ചി ഇതുവരെ കുറ്റം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാനിതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു, ഉലുവ ഇട്ടു, കറിവേപ്പില, വറ്റൽമുളക്